നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിൽ കൊല്ലം കോയിവിള സ്വദേശി അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജ പോലീസിലും പരാതി നൽകാൻ കുടുംബം. അതുല്യയുടെ സഹോദരിയും ഭർത്താവും ഷാർജയിലുണ്ട്. അതേസമയം അതുല്യയുടെ മാതാപിതാക്കളുടെ പരാതി ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിരുന്നു. ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം വകുപ്പുകളും ചുമത്തി. അമ്മയുടെ മൊഴി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സതീഷിന്റെ ബന്ധുക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഭർത്താവിനൊപ്പം ഷാർജയിൽ കഴിഞ്ഞിരുന്ന അതുല്യയെ ശനിയാഴ്ചയാണ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 2014 സതീഷ് അതുല്യ വിവാഹം. ഇവർക്ക് 10 വയസ്സായ മകളുണ്ട്. മകൾ അതുല്യയുടെ മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലാണ്. അതേസമയം അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സതീഷിനെ തള്ളി സതീഷിന്റെ അമ്മ. മകനുമായി 4.5 വർഷമായി ഒരു ബന്ധവുമില്ല എന്ന് സതീഷിന്റെ അമ്മ പ്രതികരിച്ചു. അവസാനം സതീഷ് എത്തിയത് സഹോദരിയുടെ വിവാഹത്തിനാണ്. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണമെന്നും സതീഷിന്റെ അമ്മ പ്രതികരിച്ചു. അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടിരുന്ന പീഡനങ്ങൾ പറയുമായിരുന്നു എന്നാണ് അതുല്യയുടെ അമ്മ പ്രതികരിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, കൊല്ലം സ്വദേശി കൂടിയാണ് ഈ അതുല്യ എന്ന് പറയുന്നത്. ഈ അതുല്യ തനിക്ക് ഉണ്ടാകുന്ന ഈ അനുഭവം, നേരിട്ട് അനുഭവിച്ച ഈ പീഡനങ്ങളെല്ലാം തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതായത് എന്തിനേറെ പറയുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ മകളെ കൊണ്ടാക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള വീട്ടിലെ ആ ചേച്ചിയോട് വരെ ഈ കാര്യങ്ങൾ അതുല്യ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിടത്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നത് എന്നുള്ളത്. അതുല്യയെ ഭർത്താവിൽ നിന്ന് നേരിട്ടിരുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ അമ്മയോട് പറഞ്ഞിരുന്നു എന്നാണ് അമ്മ പ്രതികരിച്ചത്. ശരീരത്തിലെ പരിക്കുകൾ വീഡിയോ കോളിലൂടെ കാണിച്ചു തന്നിരുന്നു എന്നുള്ളതാണ്. വിവാഹബന്ധം ഒഴിയാമെന്ന് മകളോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ കുഞ്ഞിനു വേണ്ടി എല്ലാം സഹിക്കാമെന്ന് അതുല്യ പറഞ്ഞതായും അമ്മ വെളിപ്പെടുത്തി. കുഞ്ഞിന് ചെലവിനുള്ള പണത്തിന് വേണ്ടിയാണ് അതുല്യ എല്ലാം സഹിച്ചത്. നേരത്തെ സതീഷിനെതിരെ ഗാർഹിക പീഡനത്തിന് പരാതിപ്പെട്ടതായും അതുല്യയുടെ അമ്മ പറയുന്നു. അതുല്യ പിണങ്ങി വീട്ടിൽ വന്ന് നിന്ന സമയത്ത് സതീഷ് മതിൽ ചാടിക്കടന്ന് വീട്ടിലെത്തി. മകളെ ഒപ്പം വിടാതിരുന്നതിന് സതീഷ് ഭീഷണിപ്പെടുത്തി. കുഞ്ഞിനു വേണ്ടി സതീഷിനൊപ്പം പോകാൻ അതുല്യ തയ്യാറായിരുന്നു. ഭർത്താവിനെ മകൾ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നുവെന്നും അതുല്യയുടെ അമ്മ പറയുന്നു. അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭർത്താവ് സതീഷ് ശങ്കർ പങ്കുവച്ചിട്ടുണ്ട്. അത് പോയി, ഞാനും പോണു എന്ന് അതുല്യയുടെ മരണത്തിന് പിന്നാലെ സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. 1 വർഷമായി അതുല്യയും ഭർത്താവ് സതീഷും ഷാർജയിലായിരുന്നു താമസം. ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു അതുല്യ. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ വഴക്കിന് ശേഷം ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും പിന്നീട് തിരികെ എത്തിയപ്പോൾ അതുല്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നുവെന്നാണ് സതീഷ് പറയുന്നത്. അതുല്യയുടെ ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. മകളെ കൊന്നതാണ് എന്ന് അതുല്യയുടെ അച്ഛൻ പ്രതികരിച്ചിരുന്നു. മകൾ കുറെ കാലമായി പീഡനം അനുഭവിക്കുന്നുവെന്നും മദ്യപിച്ച് വന്ന മർദ്ദനം സ്ഥിരമായിരുന്നു എന്നും രാജശേഖരൻ പിള്ള പ്രതികരിച്ചിരുന്നു. ഇത്രയും കാലം പിടിച്ചിരുന്ന മകൾ ഇപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് മരിക്കുന്നത്? കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പീഡനം തുടങ്ങിയെന്നും വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയതായും അവൻ കാലുപിടിച്ച് മാപ്പ് പറഞ്ഞപ്പോൾ വീണ്ടും ഒരുമിക്കുകയായിരുന്നു എന്നും അതുല്യയുടെ പിതാവ് പറയുന്നു. 48 പവൻ സ്വർണവും അതുപോലെ തന്നെ ബൈക്കും സ്ത്രീധനമായി നൽകിയെന്നും അതിൽ തൃപ്തിയില്ലാത്തതായിരുന്നു ആദ്യം പീഡനമെന്നും രാജശേഖരൻ പിള്ള പറയുന്നു. ഷാർജയിൽ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശി അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ ഗുരുതര ആരോപണവുമായി അതുല്യയുടെ സുഹൃത്ത് കൂടി രംഗത്ത് വരികയാണ്. സതീഷ് അതുല്യയെ കൊണ്ട് മൂത്രം വരെ കുടിപ്പിച്ചെന്നും അടിവസ്ത്രം ഊരി മുഖത്തേക്ക് എറിഞ്ഞെന്നും സുഹൃത്ത് ആരോപിച്ചു. അതുല്യ തന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്ന നിലയിലാണ് സുഹൃത്ത് ഇക്കാര്യങ്ങൾ വാർത്താ ചാനലിന് തുറന്നു പറഞ്ഞത്. സതീഷിൽ നിന്ന് കൊടിയ പീഡനമാണ് അതുല്യ അനുഭവിച്ചതെന്നും സുഹൃത്ത് പറയുന്നു. ആത്മഹത്യ ചെയ്തേക്കാവുന്ന വലിയ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെയ്യണമായിരുന്നു. ഇപ്പോൾ മരിക്കുന്നതിന് തലേ ദിവസം വരെ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് സംസാരിച്ചത്. അവനൊരു ഭാര്യയല്ല, ഒരടിമയാണ് വേണ്ടിയിരുന്നത് എന്നും സുഹൃത്ത് പ്രതികരിച്ചു. ജോലിക്ക് പോകുമ്പോൾ 3 നേരത്തെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണം, ഷൂലേസ് വരെ കെട്ടിക്കൊടുക്കണം, അടിവസ്ത്രം വരെ ഊരി അവളുടെ മുഖത്താണ് എറിയുന്നത്. അവൻ മൂത്രം ഒഴിച്ചിട്ട് അത് അവളെ കൊണ്ട് കുടിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട് എന്ന അതീവ ദാരുണമായ സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുല്യ ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി. അവൾ ഗർഭിണിയായിരുന്ന സമയത്തും ഉപദ്രവം തുടർന്നിരുന്നു. ആത്മഹത്യ ചെയ്യുകയാണ് നല്ലത് എന്നും പറയുന്നു. ഇത്രയും പ്രശ്നം സഹിച്ച വ്യക്തി ഒരിക്കലും ഈ ഒരു ചെറിയ കാര്യത്തിന് ആത്മഹത്യ ചെയ്യില്ല. അവൾക്ക് കുഞ്ഞായിരുന്നു വലുത്. പെൺകുഞ്ഞായിരുന്നാൽ തന്നെ അതിന്റെ പേരിലും ഉപദ്രവിച്ചിരുന്നു എന്ന് സുഹൃത്ത് ആരോപിച്ചു. അവളെ ഒരിക്കലും പുറത്തേക്ക് വിടില്ല. മുറി പൂട്ടിയിട്ടാണ് അവൻ പുറത്തേക്ക് പോകാറുള്ളത്. അവളുടെ അച്ഛന്റെയും മറ്റും കാലുപിടിച്ചു പറഞ്ഞ ശേഷമാണ് അവൾ അവന്റെ ഒപ്പം വീണ്ടും പോയത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോളിലെ ഫ്ളാറ്റിൽ അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിയാണ്. 1 വർഷമായി ഭർത്താവ് സതീഷ് ശങ്കറിനോടൊപ്പം ഷാർജയിൽ താമസിക്കുകയായിരുന്നു. ദുബായിലെ കൺസ്ട്രക്ടിംഗ് കമ്പനിയിലെ എഞ്ചിനീയറാണ് സതീഷ് ശങ്കർ. കൂട്ടുകാർക്കൊപ്പം അജ്മാനിയിൽ പോയി പുലർച്ചെ മടങ്ങി എത്തിയപ്പോഴാണ് അതുല്യ മരിച്ച നിലയിൽ കണ്ടത് എന്നാണ് സതീഷ് പറയുന്നത്. ദമ്പതിമാരുടെ ഏക മകൾ ആരാധിക നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത്.